ആണും പെണ്ണും ഒരുപോലെയാണ്, അവനവൻ തീരുമാനിക്കുന്നതാണ് അവന്റെ ജെൻഡർ എന്ന് പറയുമ്പം അല്ല, നിങ്ങൾ പറയുന്നതാണ് വിഡ്ഢിത്തം എന്ന് പറയാൻ. നമ്മളല്ലാതെ ആരാണ് അങ്ങാടിക്ക് ഇറങ്ങുക? നമ്മളല്ലാതെ ആരാണ് പൊതുനിരത്തിലേക്ക് ഇറങ്ങുക? അങ്ങാടിയിൽ പോയി പറയണം ഞങ്ങളുടെ അള്ളാഹുവിന്റെ വിശ്വാസം, പ്രവാചകരുടെ വിശ്വാസം. നിങ്ങൾ ചോദിക്കിൻ, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? നേർക്ക് നേരെ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ, ഇങ്ങനെ വന്ന് ഒരൊറ്റ സ്റ്റേജിൽ സംവദിക്കാൻ നട്ടലുള്ള ധൈര്യമുള്ള ആരുണ്ട് എന്ന് ചോദിക്കാൻ നമ്മൾക്കല്ലാതെ ആർക്കാണ് കൂട്ടരെ കഴിയുക? അത് ചോദിക്കാതെ അവനാന്റെ ഫോണും അവനാന്റെ ടൂറും ഹിമാലയത്തിന്റെ മുകളിൽ പോയി, ഏതെങ്കിലും കാശ്മീരിന്റെ മുകളിൽ പോയി, ലഡാക്കിന്റെ മുകളിൽ, ഏതെങ്കിലും റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഏതെങ്കിലും കുളങ്ങരമാർ പറയുന്നതാണോ നമ്മുടെ ആദർശം? അല്ലല്ലോ. നമ്മുടെ ആദർശം എന്താണ്? അള്ളയും റസൂലും നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ വിവരക്കേട് കൊണ്ടോ നമ്മുടെ മടി കൊണ്ടോ അങ്ങാടിയിൽ വെച്ച് ആക്ഷേപിക്കപ്പെടരുത്. ഗ്രന്ഥങ്ങളിലൂടെ, ദഅ്വാ പ്രവർത്തനങ്ങളിലൂടെ, ആയത്തുകളുടെ ഹദീസുകളിലൂടെ പറഞ്ഞു കൊടുക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട്ടിൽ ഇസ്ലാമിനെ കുറിച്ച് എന്താരോപണം വരുമ്പോഴും അള്ളാഹുവിന്റെ ദീൻ സത്യമാണ്. വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. അള്ളാഹുവിനാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രതാപം. മുഹമ്മദ് നബിക്കാൻ, വിശ്വാസികൾക്കാൻ. മുനാഫിക്കൾക്ക് അതറിയില്ല. ആ മുനാഫിക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളല്ലാതെ ആരുമില്ല. അതുകൊണ്ട് വിജ്ഞാനത്തോടുകൂടി മുന്നോട്ട് പോവുക, ആദർശത്തിന്റെ കണിശതയോടുകൂടി മുന്നോട്ട് പോവുക. സുബഹിക്കെഴുന്നേൽക്കുന്നവരായി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി നമ്മൾ മാറുക. ഒരു ദിവസം ഒരു പേജെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്ത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ മാറുക. രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റുകൾ ഫോണുകളിൽ നോക്കിയിട്ടെങ്കിലും ചൊല്ലുന്ന നല്ലവരായ വിശ്വാസികളായി മാറുക. അള്ളാഹു ഹറാമാക്കിയ കാര്യം ഇത്രയും കാലം നമ്മൾ ചെയ്തോ എന്നത് പ്രശ്നമല്ല, ഇന്നു മുതൽ ഒഴിവാക്കുന്ന നല്ല വിശ്വാസികളായി മാറുക. അള്ളാഹുവിന്റെ ദീൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ദീനിനെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ദഅവത്തിന്റെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ ശാഖകളിൽ, നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം വഴി ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും തെറ്റിദ്ധാരണ മാറ്റാനും കഴിയുന്ന നല്ല ഒരു യുവതലമുറയായി നമ്മൾക്ക് മാറാൻ കഴിയണം.